ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പൊന്നൂസ് മെനൂസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ട് 2 ആണ്. നമ്മൾ കോവളം ബീച്ചിലെത്തിയ അപ്പോൾ നമ്മളങ്ങനെ ട്രാവലൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷപ്പായി നമ്മൾ ഹോട്ടലിലേക്ക് താഴെ വന്നിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഫുഡൊക്കെ കഴിക്കാൻ. നമ്മളപ്പോൾ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ലഞ്ച് കഴിക്കാൻ ഉദ്ദേശിച്ചില്ല. ഇവിടെ ലഞ്ചിനൊന്നും പ്രിപ്പറേഷൻസ് ആയിട്ടില്ലായിരുന്നു. പിന്നെ നമ്മളൊരു 3 പ്ലേറ്റ് ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്തു. പിന്നെ എല്ലാവർക്കും ഓരോ ലൈമും ഓർഡർ ചെയ്തായിരുന്നു. കുറച്ച് പേര് ലൈമും കുറച്ചൊരു പൈനാപ്പിളൊക്കെ ഓർഡർ ചെയ്തു. അതൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സ് മാറി വെള്ളത്തിലേക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ടു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ വന്ന് ഫ്രഞ്ച് ഫ്രൈസും ഒരു ഡ്രിങ്ക്സൊക്കെ കുടിച്ചു. ഫ്രഷപ്പായി നമ്മൾ ഡ്രസ്സൊക്കെ മാറി വെള്ളത്തിലുള്ള ഡ്രസ്സൊക്കെ ഇട്ടു. അപ്പോൾ നമ്മളിനി വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോകുവാണ്. എല്ലാവരും വന്ന് നമ്മളിനി ഒരുമിച്ച് ഇറങ്ങും വെള്ളത്തിലേക്ക്. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ നേരം കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നമ്മൾ തിര കുറഞ്ഞ സ്ഥലത്താണ് ഇപ്പം ഇരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നന്നായിട്ട് ഇറങ്ങിപ്പോയി കേട്ടോ. നല്ല തിരയുള്ള സ്ഥലത്തോട്ട് പോയി. നമുക്ക് എന്തോരം വേണമെങ്കിലും പോകാം ഇങ്ങോട്ട്. ആഴമില്ലാത്ത സ്ഥലമാണ്, ആഴമില്ല. അങ്ങനെ നമ്മൾ നിൽക്കുവാണെങ്കിൽ നമ്മുടെ കാൽമുട്ടിൻ്റെ താഴെ വരെയുള്ളൂ. അവിടം വരെയൊക്കെ പോകാം. ആ ചേട്ടനൊക്കെ നിൽക്കുന്ന അവിടെ വരെയൊക്കെ. ഇവിടെയൊക്കെ നമ്മുടെ കാൽ പത്തീൻ്റെ അവിടെയൊക്കെ ഉള്ളൂ കേട്ടോ ആഴം. നമ്മൾ ഇരിക്കുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മേത്തോട്ട് അടിച്ച് കയറുന്നത്. ബാക്കി അവരൊക്കെ നിൽക്കുന്ന പോലെ അങ്ങനെ ആഴമില്ലാത്ത സ്ഥലം നമ്മുടെ ഗോവയും വർക്കലയൊക്കെ പോലെ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ ഗോവയിൽ പോയതിൽ വെച്ച് ഏറ്റവും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം കോവളമാണ് കേട്ടോ. മസ്റ്റ് വരേണ്ട ഒരു സ്ഥലമാണ് ഫാമിലി ട്രിപ്പ് ആയിട്ട്. ഒരു 1 ഡേക്ക് പോലും നമുക്ക് 1 ഡേ ട്രിപ്പായിട്ട് വരെ നമുക്കിത് നല്ല രസമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ലൈറ്റ് ഹൗസിലൊക്കെ കയറി അതൊക്കെ അങ്ങനെയൊക്കെ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. നമ്മളിവിടെ വെള്ളത്തിൽ കുറേ നേരം കളിച്ചു. നമ്മളൊരു 6:45 വരെ കളിച്ചു. എന്നിട്ടാണ് നമ്മൾ റൂമിലേക്ക് പോയത്. എന്തായാലും വരേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല രസമായിരുന്നു. നമ്മൾ ലൈറ്റ് ഹൗസിലൊക്കെ കയറിയ ഒരു വീഡിയോ ഒരു നെക്സ്റ്റ് പാർട്ടിൽ വരുന്നതാണ്. നമ്മൾ തിരിച്ച് ആലപ്പുഴയ്ക്ക് വരുന്നതായിട്ട് ഒരുമിച്ചൊരു പാർട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. നന്നായിട്ട് കളിച്ചു. നമ്മൾ പ്രതീക്ഷിക്കാതെയൊക്കെയാണ് കേട്ടോ തിരയൊക്കെ നമ്മുടെ മേത്തേക്ക് അടിച്ചു കയറുന്നത്. നോർമൽ തിരയാണെങ്കിൽ നമ്മുടെ അവിടെ വരെ വന്നിട്ട് പോകും. ഞാൻ മുട്ടിലായിരുന്നു ഇരുന്നത്. മമ്മക്ക് ഇരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ എണീറ്റ് ക്യാമറ പിടിച്ചു കൊടുത്തു. അങ്ങനെ മമ്മ പോയി ഇരുന്നു. ഞാൻ മുട്ടിലായിരുന്നത്. അപ്പോൾ പിന്നെ തിര അടിച്ചു കയറുമ്പം മുഖത്തേക്ക് അടിച്ചു കയറണമെന്ന് വിചാരിച്ചു. കാരണം ഇത് നല്ല ഉപ്പുവെള്ളമാണ്. കണ്ണിലൊക്കെ വീണിട്ട് നല്ല എരിവുണ്ടായിരുന്നു ഉപ്പുവെള്ളം. അപ്പം നമ്മൾ മാക്സിമം പൊങ്ങിയിരിക്കുക. വെള്ളം വരുമ്പോൾ ഒന്ന് ജസ്റ്റ് പൊങ്ങി കൊടുക്കുക. അതാകുമ്പോൾ നമ്മുടെ കണ്ണിലേക്കും ചെവിയിലേക്കും ഒക്കെ വെള്ളം കയറാതെ നമുക്ക് നോക്കാൻ പറ്റും. ചെവിയിലേക്കൊക്കെ കയറി നമുക്ക് പെട്ടെന്നൊക്കെ വല്ലതും വേദന വന്നാലൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം ചെവിയിലേക്കും കണ്ണിലേക്കും ഒക്കെ കയറ്റാൻ ശ്രമിക്കുക. ഞാൻ മാക്സിമം ശ്രമിച്ചോട്ടെ. മീനുണ്ട് ചുമ്മാ കയറുമായിരുന്നു കണ്ണിലേക്കും ചെവിയിലേക്കും. കണ്ണിൽ നമുക്ക് വീഴുമ്പോൾ നല്ലൊരു എരിവ് വരും. അപ്പോൾ ഭയങ്കര നീറ്റിലാണ് കേട്ടോ. ഇതൊന്നും ഭയങ്കര ഉപ്പുവെള്ളമായിരുന്നു. ഇവിടെ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്ന സമയത്ത് അവിടെ പാരഷൂട്ടും അങ്ങനെ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു. ഒരു സേഫ്റ്റി ഇല്ലാത്തൊരു സംഭവമായിരുന്നു അതൊക്കെ. നമ്മുടെ സ്പീഡ് ബോട്ടിൽ കിട്ടിയാണ് പാരഷൂട്ടിൻ്റെ അത് വലിക്കുന്നത്. അതിങ്ങനെ താത്തിയൊക്കെ വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ അതൊരു കയറിലാണ് വലിക്കുന്നത്. നമുക്ക് ഒരു സേഫ്റ്റിക്കും ഇതുമില്ല. അങ്ങനെയായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കണ്ടായിരുന്നു അതൊക്കെ ചെയ്യുന്നത്. നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ലൈറ്റ് ഹൗസിൻ്റെ അവിടെയൊക്കെ നിന്ന്. തിര വരുമ്പോഴത്തേക്കും അമ്മ വിജയൻ്റെയൊക്കെ ഇറങ്ങി അങ്ങ് പോകും. ഇത് വലിയൊരു തിരയായിരുന്നു കേട്ടോ. അപ്പൂൻ്റെ കണ്ണിലോട്ടും വായിലോട്ടും ഒക്കെ കയറി. നമ്മൾ ചിലപ്പോൾ തിരയാണെന്ന് വിചാരിക്കുന്നത്, വലിയ തിരയാണെന്ന് വിചാരിക്കുന്നത് ചെറുതാണെന്ന് വിചാരിക്കുന്നത് വേണേൽ വലുതുമായിരിക്കും. നമുക്ക് ഒരു അപ്രതീക്ഷിതമായിട്ടാണ് വരുന്നത്. 6:45 നമ്മളെ വിസിലടിച്ച് കയറ്റാൻ തുടങ്ങി. കാരണം ആ സമയത്ത് തിര കൂടും. പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് അവർ വിസിലടിച്ച് കയറ്റിയ സമയത്താണ് ഞങ്ങൾ കയറിയത്. അതുവരെ ഞങ്ങൾ വെള്ളത്തിൽ തന്നെയായിരുന്നു. അവർ ഈ സന്ധ്യാസമയം ആയതുകൊണ്ട് ആരെയും കയറ്റിയില്ല. എല്ലാവരെയും ഇറക്കി പുറത്താക്കി. എന്നിട്ട് കേൾക്കാത്തവരുണ്ടായിരുന്നു. കുറേ നേരം അവിടെ തന്നെ നിന്നവരുണ്ടായിരുന്നു. കുറേ പേര് ഇപ്പോഴും വിസിലടിക്കുന്നുണ്ട് കേട്ടോ. കാരണം അങ്ങ് അറ്റത്തൊക്കെ പോകുന്നവരെ
തീരെ കൂടുമ്പോൾ അവർ വിസിലടിച്ച് വിളിക്കുന്നുണ്ട് സേഫ്റ്റി ഗാർഡ്. ഞാനപ്പോൾ ഒന്ന് എണീറ്റ് ജസ്റ്റ് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ഓർത്തു. അപ്പൂൻ്റെ മുഖത്തേക്ക് വെള്ളം അടിച്ച് കയറി മൂക്കിലൊക്കെ കയറിയിട്ടിരിക്കുവാണ് അവൻ. നമ്മൾ കുറേ നേരം ഇരുന്നിട്ട് എൻ്റെ പാൻറ്റ് മൊത്തം മണ്ണായിരുന്നു. നമ്മുടെ പാൻറ്റിൻ്റെ ഉള്ളിലേക്ക് വരെ മണ്ണ് കയറും. ഗോവയിലെന്ന് പറഞ്ഞാൽ ഇതിനേലും മണ്ണായിരുന്നു നമ്മുടെ പാൻറ്റിൻ്റെ ഉള്ളിലൊക്കെ. ഭയങ്കര മണ്ണായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ മണ്ണിലും വെള്ളത്തിലും കൂടി മിക്സ് ആയിട്ടല്ലേ. ഞാൻ എണീറ്റപ്പോൾ മണ്ണിങ്ങനെ ഒഴുകി വീഴുമായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇങ്ങനെ നിന്നപ്പോൾ എനിക്ക് സൺസെറ്റ് എടുത്തതാണ് ചെറിയൊരു ക്ലിപ്സ്. നല്ല രസമുണ്ടായിരുന്നു. സണ്ണിങ്ങനെ ഓറഞ്ച് റെഡ് കളറിൽ. അപ്പോൾ ഞാനത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഈ ടൈമൊക്കെ ആയപ്പോഴേക്കും തിരയും കൂടിയത്. അപ്പോൾ അവിടെ പുഷപ്പ് എടുക്കുമെന്ന് പറഞ്ഞ് പുഷപ്പൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ജയാൻറ്റിയൊക്കെ വന്നു റെഡിയായിട്ട്. ഞാനിങ്ങനെ ജസ്റ്റ് എല്ലാം ഒന്ന് കാണിച്ചെടുക്കുവാണ് വീഡിയോ. അവരൊക്കെ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ഞാൻ ഇടക്കിടക്ക് കളിക്കും, ഇടക്കിടക്ക് എണീക്കും, അങ്ങനെയാണ് കേട്ടോ. നല്ല രസമായിരുന്നു. അപ്പം നമ്മൾ ഒക്കെ പറഞ്ഞ് കുറേ വീഡിയോ ഒക്കെ എടുത്തു. നമുക്ക് അവിടെ നിന്ന് ഒരു അങ്കിള് വീഡിയോസ് ഫോട്ടോസും ഒക്കെ എടുത്ത് തന്നു കേട്ടോ. അതൊക്കെ ലാസ്റ്റ് ഇട്ടേക്കാം. അപ്പോൾ നമ്മൾ ഡിന്നറിന് വന്ന് നമ്മൾ ഫ്രഷായി ഒരുങ്ങി റെഡിയായി ഡിന്നർ കഴിക്കാൻ വന്നു. നമ്മൾ പൊറോട്ട ഓർഡർ ചെയ്തു, 2 സ്ക്വിഡിൻ്റെ കറി ഓർഡർ ചെയ്തു, പിന്നെ ഒരു മീൻ കറി ഓർഡർ ചെയ്തു, പിന്നെ ഒരു സ്നാപ്പറിൻ്റെ മസാല ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമുക്കിവിടെ ഒരു ബോർഡ് കണ്ട് അവരവിടെ മൊജീറ്റോടെ സ്പെഷ്യൽ മൊജീറ്റോസ് എഴുതി വെക്കുന്ന ബോർഡായിരുന്നു. നമ്മൾ ചുമ്മാ അവിടെ പൂവൊക്കെ വരച്ചിട്ടപ്പോൾ ചോക്കൊക്കെ എടുത്ത് നമ്മളെല്ലാവരും കൂടെ കലാവിരുന്ന് നമ്മുടെ ഒക്കെ പ്രയോഗിച്ചു. അങ്ങ് വാരിയും വലിച്ചും ഒക്കെ നമ്മുടെ കലാവിരുന്നുകളെല്ലാം അതിൽ പ്രയോഗിച്ചിട്ടുണ്ട് കേട്ടോ. ആ കാണുന്ന മൊത്തം ഞങ്ങളുടെ കലാവിരുന്നുകളാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ബാർ സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലമായിരുന്നു. പൊറോട്ട കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. ഒരു പുകച്ചൊവയുള്ള പൊറോട്ടയായിരുന്നു. ബാക്കിയൊക്കെ കൊള്ളായിരുന്നു, നല്ല കറിയായിരുന്നു. ഇവിടെ ചോക്കൊക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും ഇവിടെ അവിടെ അവരുടെ എഴുതാൻ വെച്ചിരുന്നതാണ്. പിന്നെ ബുക്സ് ഉണ്ടായിരുന്നു വായിക്കാൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസ് ഇടുന്നുണ്ട്. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ കാത്തിരിക്കൂ. ബൈ ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.